ഗൈസ് എല്ലാവർക്കും വി ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പോ ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചാലഞ്ച് വീഡിയോ സ്ഥിര ആളാണ് ഗൈസ്. കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ചാലഞ്ച് ഉണ്ടായിരുന്നില്ല. ഇന്ദ്രചൂടിന്റെ കയ്യൊന്ന് കഴിച്ചെടുക്ക് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചാലഞ്ച് എന്ന് പറയുന്നത് ഗെസ് ദ ഫുഡ് ബൈ ഇമോജി എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച്. ഓക്കെ, അതായത് എന്തൊക്കെ കാരണങ്ങളാണ് തിന്നലൊന്നുമില്ല, ഇതിൽ തിന്നലൊന്നുമില്ല. ഫുള്ള് പറയട്ടെ. അതായത് കുറച്ച് ഇമോജികളുണ്ട്. അപ്പൊ 2-3 ഇമോജികൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇമോജികൾ വെച്ചിട്ടുണ്ടോ, അത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫുഡിന്റെ പേര് കിട്ടും. ഫുഡിന്റെ പേര് കിട്ടും. കീബോർഡിൽ ഇമോജി സിമ്പിൾസ് ആവോ എന്തോ മനസ്സിലായോ? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? തുടങ്ങുമ്പോഴല്ലേ എന്റെ ഇത് വരും. മനസ്സിലായില്ലേ? അതായത് ഇമോജി കാൽക്കുലേറ്റ് പ്ലസ് ചെയ്ത് വായിച്ചാൽ ഫുഡിന് പേര് കിട്ടും. ഓക്കെ, അതാണ് ചാലഞ്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ നമ്മൾ 3 റൗണ്ട് ആയിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു റൗണ്ടിൽ 5 ഇതേപോലെ ഇമോജികളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഒരു റൗണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഓരോ റൗണ്ട് തീരുമ്പോൾ ഒരു റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് ആരാണോ അവർക്കൊരു നമ്മൾ ഫുഡ് ചാലഞ്ച് ആയതുകൊണ്ട് ഒരു ഫുഡ് ആയിട്ട് ഉണ്ടാവും, കഴിക്കാനായിട്ട് ഒരു സമ്മാനം എന്നുള്ള രീതിയിലുണ്ടാവും. ഞാനതല്ലേ പറഞ്ഞത്, അതുണ്ടാവും. ജയിക്കണം എന്നാലേ കിട്ടുള്ളൂ, ഇല്ലേ കിട്ടൂല. ഓക്കെ, അതൊക്കെ വരാം. അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് നമ്മൾ ടീമായിട്ടാണ് മത്സരിക്കുന്നത്. ടീം എന്ന് പറയുന്നത് ഞാനും കൊമ്പനും ഒരു ടീം, അതുപോലെ തന്നെ നമ്മുടെ എഡ്വിൻ ബിസിബിയും വാസ്കോയും ഒരു ടീം. വേറൊരു കാര്യമുണ്ട്, ഇത് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്ന ഇമോജി കാണിച്ചു തരും, അതിനോട് ആള് നിർത്തിയിട്ട് കേട്ടോ. ഓക്കെ, കാണിച്ചു തരും. എന്നിട്ട് ഫസ്റ്റ് ഉത്തരം മനസ്സിലായ ആൾക്കാർ കൈ പൊക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കൈ പൊക്കുന്നതിന് പകരം ഞാനൊരു സാധനം തരും. അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാൽ ആ സാധനങ്ങൾ തരും. ഇതാണ് സാധനം. ഇത് ആനപ്പിപ്പിയോ? ഇത് മറ്റേ സ്റ്റേഡിയത്തിലൊക്കെ ഊതല്ലേ. അതായത് കൈ പൊക്കുന്നതിന് പകരം ഓക്കെ ഇത് ഊതി അപ്പുറത്തെ നാട്ടുകാരെന്ന് വിളിച്ച് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ ഉത്തരം മനസ്സിലായ ആൾക്കാര് ആദ്യം ഊതുക. എന്തിനാ നിന്റെ തന്നിരിക്കുന്നതെന്ന് അറിയാമോ? തുറക്കരുത്, മാത്രം മതി. ഊതാൻ. ഓക്കെ, സോ ഫസ്റ്റ് ആരാ ഊതുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാമറയുടെ പുറകിൽ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ 4 പേര് കളിക്കുന്ന ഒരുത്തിന് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റത്തെ റൗണ്ടിലെ വിന്നറിന് കിട്ടുന്ന ഒരു ഫുഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നമുക്ക് ടേബിൾ വെക്കാം. ഓക്കെ ഗായ്സ്, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ വെക്കുന്നത്. 2 മഫിൻസ് ഉണ്ട്. ഇത് ചോക്ലേറ്റും ഇത് വാനില അല്ലേ? വാനില. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ടീമിന് സ്റ്റാർട്ട് ചെയ്യാം. 3. എടാ നീയോ അത് നോക്കണം. ഊതാ മാത്രം ഇരുന്നാ പോരാ, ഉത്തരം കൂടി പറയണം. ഓക്കെ, പക്ഷെ ഒരു കാര്യം, ഊതിയതിന് ശേഷമേ ഉത്തരം പറയാവുള്ളൂ. അല്ലാതെ ആയതിനെ ഊതിയിട്ട് ആലോചിക്കരുത്, അത് ഫൗളാണ്. ഗൈസ് കേട്ടല്ലോ, റൂൾസ് ആണ് അത്. ഊതിയിട്ട് ഉടനെ 3 സെക്കൻഡിൽ പറയണം, പെട്ടെന്ന് പറയണം. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ 3, 2, 1. ഇതിന്റെ മലയാളം യൂസ് ചെയ്യോ അല്ല ഇംഗ്ലീഷ് മാത്രമാണോ? നിനക്ക് അറിയാവുന്ന ഫുഡ് ഐറ്റം കിട്ടിയത് പറഞ്ഞോ? എനിക്ക് കിട്ടി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ രണ്ടുപേരും തോറ്റ്. നമ്മൾ ആലോചിക്കും, നമ്മുടെ ബുദ്ധി വെച്ചു ബുദ്ധിപ്പിക്കും. അത് തിരിച്ചിടാൻ പറ്റുമോ? എന്ത്? തിരിച്ചു കൊടുക്കും. ടാബ് തിരിച്ചു എങ്ങനെയാണ് മിക്സ് ആക്കി സിങ്ക് ചെയ്യാം? സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ് ഈ ഫസ്റ്റത്തെ ഇമോജിയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? അത് മലയാളമല്ലേ? ഞങ്ങള് തോറ്റടേ. പ്രേക്ഷകര് വിചാരിക്കും നമുക്കൊന്നും ബുദ്ധിയില്ലല്ലോ, ആലോചിച്ച് കണ്ടുപിടിക്കുക. ആരെങ്കിലും ഏത് ടീം ജയിച്ചാലും കുഴപ്പമില്ല. കത്രികയും മറ്റേതാ ബൾബ്. ഞാൻ ഒരു കാര്യം വേണ്ട, ഇത് നമുക്ക് നല്ല പരിചയമുള്ള സാധനമാണ്, പക്ഷെ നമുക്കത് കിട്ടൂല. അതാണ് ഇതിന്റെ പ്രശ്നം. എന്നാലും ഗൈസ് ഇത് ഏതായിരിക്കും? അപ്പൊ ഇനിയിപ്പോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ, കാരണം ടൈം തീർന്നല്ലോ. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ മാസ്റ്റർ തന്നെ ഉത്തരം പറയും.
അടുത്ത ക്വസ്റ്റ്യൻ ഈ സാധനം അല്ല ഓ, ഇത് 5 round കഴിഞ്ഞു. അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ വേറെ കാര്യം പറ്റേ ഇപ്പൊ എങ്ങനെ കളിക്കേണ്ടത് മനസ്സിലായില്ലേ ആ, മനസ്സിലായി. സംഭവം മനസ്സിലായി. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 2 1 ഈ പത്തിരി അവിടെ എടുക്കട്ടെ നമുക്ക് കംബാക്ക് എടുക്കണതിന് സുഖം വേറെ അല്ലേ ഓക്കെ 1-0 നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഓക്കെ 3 2 1 ഷവർമ ആദ്യം ഊതിപ്പോയി അറിയത്തില്ല ബ്രോ 2-0 ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇടും ആ രണ്ടെണ്ണം എടുത്താ പോരെ ഇടും നിങ്ങൾ ഇന്ന് മുട്ട ചത്തിട്ടാണ് ഓക്കെ 3 2 1 ഇഡ്ഡലി ഇഡ്ഡലി വന്നില്ല ഓക്കെ ഗൈസ് ഓക്കെ സോ നെക്സ്റ്റ് ഓക്കെ 2 1 എന്താ 1 2 നീ എന്തിനാ കപ്പി മീൻകറി അല്ല അപ്പൊ ചാൻസ് ആയി ആണോ അതില് ഞാൻ 1 2 3 എന്നീ കപ്പയും മീൻകറി ഞാൻ ഒരു കാര്യം പറയട്ടെ ഉത്തരം കാണിച്ചല്ലോ ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് കാണിച്ചു അല്ലെങ്കിലും നിങ്ങൾ തന്നെയാണ് ജയിച്ചത് മനസ്സിലായില്ലേ ആണല്ലോ ആ എന്തോ പുറത്തേച്ച് പറയാന്നില്ല വേണേ കഴുകി പിന്നെന്ത് നിങ്ങൾ നാടനെ അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 3 2 1 അല്ലേ 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 മൂന്ന് റൗണ്ട് കഴിഞ്ഞു 1-1 ഓക്കെ റെഡി അല്ലേ അടുത്ത റൗണ്ട് റെഡി അല്ലേ 3 2 1 Like walls in the darkness, we've adapted to blindness. ചാടിക്കറി പറയാലോ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഊതിയാൽ മതി ഇതിനെന്താ പറയാ രണ്ടുപേരുടെ ഇത് നമുക്കറിയത്തില്ല മലയാളമാണോ ഇംഗ്ലീഷ് ആണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ആലോചിച്ചാൽ അത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ രണ്ട് ക്ലൂ 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 ആണോ മലയാളമാണോ ഇംഗ്ലീഷ് ആണെന്നെങ്കിലും പറയാലോ ഇതിന്റെ സാധനത്തിന്റെ പേര് കിട്ടാത്തോണ്ട് ഞാൻ സെറ്റ് കിട്ടൂലേ ആലോചിച്ച് കണ്ടുപിടിക്കും വെറുതെ റൗണ്ടുകൾ സ്കിപ്പ് ചെയ്യാതെ ആലോചിച്ച് കണ്ടുപിടിക്കും അതാണ് ഈ ചാലഞ്ചിന്റെ ഇതിലിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ കൈ പിടിച്ചാണ് അതൊക്കെ ടോട്ടലി സമ്മതിച്ച് 1 മിനിറ്റ് കൂടി ഉള്ളൂ ഇല്ലേ One eternity later. ഉത്തരം കാണിക്കും ഉത്തരം കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഓ സാൻഡ് അത് വിച്ചായിരുന്നു എനിക്ക് മനസ്സിലാവട്ടെ ഞാൻ മണ്ണല്ലേ ഇപ്പൊ 4 ക്വസ്റ്റ്യനില് 1-1 നിൽക്കുന്നത് 1-1 റെഡിയാണോ ഓക്കെ 3 2 1 എന്താ പറ്റിക്കുന്ന ആൾക്കാര് എന്റെ പൊന്നെ അണിയിടാ മണ്ട അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോഴെ ക്ലൂ കിട്ടുക അവർക്ക് കൃഷ്ണ കൃഷ്ണ
ഒന്ന് നോക്കിയ ഞാൻ പറയണത് ചിലപ്പോ കറക്റ്റായിരിക്കും. പനീറാണോ? അയ്യേ ആ ഇനി ഒരു നമുക്ക് പയ്യ ഒരു മിനിറ്റ് ഓക്കെ നോക്കണേ. എടാ പനീർ എങ്ങനെയാടാ വരുന്നത്? എടാ മണ്ട അതെന്തായാലും ആയിക്കോട്ടെ ഉത്തരം തെറ്റല്ലേ? ഇവനെന്ത് മണ്ട അതൊക്കെ ആലോചിച്ചിട്ട് അതാലോചിക്കാണ്ട്. ഒരു മിനിറ്റ് അതിന് പുറകെ പോയാൽ നിനക്ക് ആൻസർ കിട്ടും. ഒരു മിനിറ്റ് പോയാൽ മതി. അതാ ടൈം കഴിഞ്ഞോളൂ. കേരളത്തിലുള്ള എന്തായാലും അല്ല, ഇത് നോർത്താണ്. ആണോ? ആ ചെവി കണ്ടറിയാം നോർത്താണല്ലേ. മോമോസ് മോമോസോ? സമയം കയറുന്നത് എന്തായാലും. ഞാനെന്താ പനീർ പറഞ്ഞറിയാം? നിപ്പ വരത്തുന്ന വവ്വാലല്ലേ? പിന്നെ ചെവി ഈറ് പനീർ. ഇത്തിരി ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു ഉത്തരം കിട്ടാൻ. ആ ഉത്തരം കാണിക്കേ ഒരുമാതിരി തൊലിഞ്ഞ ഉത്തരമായിരിക്കും. അത് കൺഫേം ആണ്. കറക്റ്റ് അല്ലേ ടീച്ചർ? ബട്ടർ ബട്ട് ഇയർ ബട്ടിയർ ബാറ്റ് ഇയർ ഗൈസ്, അപ്പൊ ഇതിലിപ്പോ ടൈ ആയ സ്ഥിതിക്ക് നമ്മള് ഈ ഒരു റൗണ്ടില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ലാസ്റ്റ് അല്ല, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതില് നമുക്ക് എന്തായാലും എല്ലാവർക്കും ഉത്തരം പറയാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ ഗൈസ്. ആ ടൈം ഔട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു ക്ലൂ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റെഡി അല്ലേ? അപ്പൊ 3, 2, 1. സെറ്റിംഗ്സോ? സെറ്റിംഗ്സ് ആണോ? ഇനി പറയാൻ പറ്റില്ല. പൊട്ടണ ചില സമയത്ത് ബുദ്ധി വർക്കാവലുണ്ട്. അല്ലല്ല, ഇല്ല. എനിക്കാണെങ്കിൽ ടഫ് ആണെന്ന് പറഞ്ഞപ്പോ ഇമാരും മറ്റോടത്തെ ടഫ് തരുമെന്ന് വിചാരിച്ചില്ല. ഒരു മിനിറ്റ് കൂടി ഉള്ളു. ഇത് ഓപ്ഷൻസ് കൊടുക്കണ്ടോ? ആ ഓപ്ഷൻ മറ്റേ PSC എക്സാം അല്ലേ? എനിക്ക് ഓടാറുണ്ട്. ആ സാധനം എന്താണ്? അത് പറഞ്ഞെന്ന് ഞാൻ എന്തെങ്കിലും ആലോചിക്കാം. ഒരെണ്ണം കരുതിയ മറ്റേത് എന്താ കത്തിക്കുന്നത്? സ്ക്രൂ ആണോ സെറ്റിംഗ്സ് ആണോ? എന്താ ഒന്ന് ഊതിക്ക്. ഓ ടൈം അപ്പ് ആണോ? ഓക്കെ, ക്ലൂ പറ. ഇംഗ്ലീഷിലാണ്. നല്ല ക്ലൂ. അത് നമുക്കറിയാം. വേറെ ക്ലൂതാ. ഇത് ഇംഗ്ലീഷ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇംഗ്ലീഷിലാണെന്ന് നല്ല ക്ലൂ. പിന്നെ ഹിന്ദിയിലാവാൻ ചാൻസ് ഇല്ല. 3, 2, 1 കാണിക്കാൻ. ക്ലൂ പറ. ഇത് പുറം രാജ്യത്തെ ഫേമസ് ഫാസ്റ്റ് ഫുഡ് ആണ്. നല്ല ക്ലൂ. പുറം രാജ്യത്തെ ബർഗറാണോ? ചിക്കൻ മിക്സ് കഴിക്കുന്നതിന് വേറെ രീതി ഉണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ മൂന്നാമത്തെ റൗണ്ട് ഉണ്ടല്ലോ. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലോ. കോഴ കൊടുത്തല്ലേ നല്ല ക്ഷീണം കാണും. കഴി അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ ബർഗർ എന്ന് പറയൂ? ഇതെന്തോ കോഴത്തന്നെ നടന്നിട്ട്. അല്ലാണ്ട് ഈ മറ്റേ ബിയർ ബർഗർ അതന്നെ പറയും. ഇത് കോഴ നടന്നിക്കൂടെ. ഞാൻ അതാ പറഞ്ഞത്. അന്നേരം മണം അടിച്ചിട്ട് നിൽക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. മൂക്ക് ഒത്തി പിടിച്ചാലും നിനക്ക് വേണോ അത്? അതെന്തെങ്കിലും ചെയ്യട്ടെ അവന്മാര്. ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ പോകാം. ഗൈസ്, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാലഞ്ചില് ലാസ്റ്റ് റൗണ്ട് അല്ലേ? ഞാൻ ഈ ചലഞ്ച് ശരിക്കും മിസ് ചെയ്യും. കാരണം ഇനിയും 2-3 റൗണ്ട് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഗൈസ്, എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ. ബർഗർ കിങ്ങിലെ നല്ലൊരു തീരുമാനമാണ്. ഹായ്, യോജിക്കുന്നു. ഹായ്, അത് ഹായ്. അത് തുടക്കമുള്ള ടിഷ്യൂ 2 ഉള്ളൂ. ഹായ്. ഇനി എത്ര വേണം? ഹായ്. 5 സോസ്. ഇത് തീർക്കണമെങ്കിൽ ഒരു 3 ബർഗർ. 3 ബർഗർ അതാണ് അതിന്റെ ഒരു വൈബ്. ഇതിപ്പോ ഇത് ഫുള്ള് കോഴയാ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ റൗണ്ടിലെ ക്വസ്റ്റ്യൻസ് റെഡി ആണോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3, 2, 1. പോപ്കോൺ ആണോ? എനിക്കിത് വേണ്ട, എനിക്ക് ഇഷ്ടല്ല. കളി തീർത്തേക്ക്. അടുത്തത് പോരണ്ടേ? 3, 2, 1.
ഇംഗ്ലീഷ് അല്ല, മലയാളം. പീനട്ടാണോ? അല്ല, എനിക്കറിയായിരുന്നു അടിക്കുന്നു, പക്ഷെ അതല്ല. ഞാൻ വെറുതെ നോക്കണ്ടല്ലോ. 1 മിനിറ്റ് നമുക്കുണ്ടേ. കൗണ്ട് ഡൗൺ ചെയ്യൂ. 1 മിനിറ്റ് 40 സെക്കൻഡ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി 10 സെക്കൻഡ്. എന്തൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. കുടു നോക്കട്ടെ. അലുവയുടെ ഫസ്റ്റത്തെ F ആണ്. ഫസ്റ്റത്തെ ലെറ്റർ F ആണ്. അത് മനസ്സിലായി. ഊതല്ലേ. ഫസ്റ്റത്തെ ലെറ്റർ F ആണെന്ന് മനസ്സിലായി. എഫും പിന്നെന്താണ് തല. ആയോ? മൂപ്പര് പറഞ്ഞിട്ട് ഊതിയാ വെറുതെ ചാൻസ് ഉള്ളതല്ലേ. അതെന്തായാലും വാസ്കോ കിട്ടാൻ പോകണില്ല. വാസ്കോ നീ കുറെ കാര്യം നീ ലക്ഷക്കണക്കിന് ഫുഡുകൾ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇത് ആലോചിച്ച് എടുക്കാന്ന് പറഞ്ഞ ടാസ്ക് ആണ്. പക്ഷേ നിന്റെ ഫേസ് ഒക്കെ മാറുന്ന ടെൻഷൻ അടിച്ചില്ല. നീ കൺട്രോൾ 5 സെക്കൻഡ്. 5 ആ കഴിഞ്ഞു. ടൈമോട്ട് വിളിക്കേ. കഴിഞ്ഞു. പോയി വല്ലത് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തരം പറ. എവിടെയോ ഒരു സാധനത്തിന് മിസ്റ്റേക്ക് പറ്റിയോ അല്ലെ? പെട്ടെന്ന് എനിക്കറിയാവുന്ന പയ്യ മറ്റേ സാധനമാണ്, മറ്റേ മാക്സിലുള്ള പയ്യ ഉണ്ടല്ലോ. ഈ പയ്യെന്നുള്ള സാധനം എനിക്ക് കിട്ടി. പക്ഷെ എന്താ സാധനം അറിയാത്ത ബാബുട്ടിരിക്കുന്ന അത് മണ്ണ പിസാന്നൊക്കെ പറഞ്ഞ അത് അടിച്ചു വിട്ടാ പോയി. പയ്യെന്ന് വെച്ചാൽ മാക്സിലുള്ള സാധനമാണോ പയ്യെ? ചുമ്മാ പറയാറുന്നില്ലേ? പിസാന്ന് പറയാനായിട്ട് ബെറ്റർ അല്ലേ പയ്യെന്ന് പറയണേ. ആ കയ്യെന്ന് പോയി. ഇനി അടുത്ത് പറ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ തീർന്നു? 2 തീർന്നോ? ഒരെണ്ണം നിങ്ങൾ പറഞ്ഞല്ലേ? ഓഹോ അപ്പടിയാ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3, 2, 1. ചിക്കൻ നഗറ്റ്സ് ആണോ? കിട്ടി. അത് പകുതി കിട്ടിയ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ സ്ഥിതിക്ക് 1-1 ഓക്കെ. അതിന് 2 ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ളത് ഗൈസ്. ഓക്കെ, ക്രൂഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ 3, 2, 1. ഓണൈസ് ആണോ? അല്ല, മൂഞ്ചി പോയടാ. അതും പോയടാ. പറയണോ പോയടാ. അയ്യോ കേട്ടില്ല. ഞാൻ വേറെന്താ കേട്ടത്. അപ്പൊ 2 ടൈം ഉണ്ടല്ലോ, കുഴപ്പമില്ല. രസപ്പെട്ടു. അല്ലല്ല പിന്നല്ലേ ചാൻസ് ഉണ്ട്. ചോളത്തിന് ചോയും ഐസിന്റെ ചോറും 2 എവിടെ വരുമ്പോ 2 എവിടെ വരിക അത് പറഞ്ഞു തരുമോ? അപ്പൊ 2 ചാൻസ് പറഞ്ഞല്ലേ? ഇനി എത്ര സമയമുണ്ട്? ഓക്കെ കൗണ്ട് ഡൗൺ ചെയ്തോ. ഇനി 1 മിനിറ്റോളം സമയം കൗണ്ട് ഡൗൺ ചെയ്തോ. ലാസ്റ്റ് 1 മിനിറ്റ്. എടാ ഇത് കേരളത്തിലത്തെ ഫുഡാണ്, അത് കൺഫേമാണ്. നമ്മളിത് ഉദ്ദേശിക്കുന്ന ലെവലല്ല, ഇത് വേറെ ലെവലാണ്. ഇത് ലോ ലെവലിൽ ചിന്തിച്ചാലേ കിട്ടുള്ളൂ. ഉത്തരം പറയൂ സർ, ഉത്തരം പറയൂ. ഇത് ഒരുമാതിരി മറ്റോടത്ത് ഉത്തരവാൻ നല്ല ചാൻസ് ഉണ്ട്, എനിക്ക് കൺഫേം ആണ്. സ്നോഫ്ലേക്സ് എന്ന് പറയാ. പക്ഷേ അത് കിട്ടൂല. അയ്യോ അപ്പൊ ഇനി അയ്യോ എനിക്ക് ഇഷ്ടമല്ലാത്ത അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. ഇത് ശരിയാക്കുന്നവർക്ക് വിന്നർ ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രാർത്ഥിക്കാണെങ്കിൽ പ്രാർത്ഥിച്ചോട്ടോ. ലാസ്റ്റ് ചാൻസ് ആണ്, ഇത് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടൂല. അങ്ങനെയാണോ? ഓക്കെ, 30 സെക്കൻഡ് ആയിട്ട് വിട്ടാ മതി. നീ പിടിച്ചേക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ 3, 2, 1. എന്താണത്? കേട്ടാണോ?
ഗാർഡിന്റെ അല്ല നിനക്ക് ഇഷ്ടമല്ല ഇവിടേക്ക്. അതൊക്കെ ചുമ്മാ പറ്റിക്കാണ്ട് പറഞ്ഞല്ലോ. അയ്യോ അയ്യോ എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതല്ല ആ സെന്ററത്തെ എനിക്ക് കിട്ടില്ല. യുവും ടീം കിട്ടി യോഗട്ടിന് അടിച്ചു വിട്ടതാ. അയ്യോ വാസ്കോ പകുതി വേണോടാ. വേണമെങ്കിൽ കടയിൽ പോയി പകുതി വാങ്ങിക്കോ. പകുതി തരാൻ പറ അവരോട്. കളി അണ്ണാക്ക് കൊടുക്കും പയ്യക്കടി. ചത്തു പോണതുണ്ട് പയ്യക്കടി. അതിനിപ്പോ ഊതിക്കടി പകല് വഴിയുള്ളൂ. മോനെ അയ്യോ ഞാൻ പറഞ്ഞു നമ്മളൊരു കംബാക്ക് ലാസ്റ്റ് ഇത്ര റൗണ്ട് ജയിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ മനഃപൂർവ്വം വിട്ടു കൊടുത്താൽ ഇവർക്ക് മനസ്സിലായിട്ടില്ല. പ്ലാസ്റ്റിക് എന്നാൽ അതെങ്ങനെ യോഗട്ട് പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലാവും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. യു ടീം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ യോഗട്ട് അടിച്ചു വിട്ടു. ഉണ്ടോ ക്വസ്റ്റ്യൻ? ഓക്കെ അപ്പൊ കുറച്ച് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ചുമ്മാ അതിന് സമ്മാനമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതിന് അടിയിലാക്കരുത്. ഓക്കെ ഊതണ്ടോ? ഊതണം. ആ നമുക്ക് ഊതിക്കോ. അവരൊക്കെ പറഞ്ഞിട്ട് പേസ്ട്രി ആണോ? ബീട്രൂട്ട് ആണോ? അല്ല അല്ലേ. വണ്ടി മാറിക്കോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അടുത്ത കിടിലൻ ചാലഞ്ച് ബ്ലോഗ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ